ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച 22-ാം തീയതി. ഇന്നിപ്പോൾ വണ്ടി എടുക്കണില്ല. ഇന്ന് വണ്ടിയിൽ ക്ലീനിങ്ങും വാഷിങ്ങൊക്കെ ആയിട്ട് കുറച്ച്, പിന്നെ വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പണിയിലാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യാറുണ്ട്. വണ്ടി ക്ലീൻ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതും, പിന്നെ ചെറുതായിട്ടൊന്ന് ഡെറ്റോൾ വെച്ചൊന്ന് തുടയ്ക്കുക, അതൊക്കെയാണ് ആ ഒരു ദിവസം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ സമയം ഇപ്പോൾ സമയം 3:40 അപ്പോൾ രാവിലെ ചെയ്യാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ രാവിലെ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടായി ചെറുതായിട്ട്. പിന്നെ അത് മാറി വന്നപ്പോഴത്തേക്കും ഉച്ചയായി. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോഴും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അപ്പോഴും ഒരു മഴയുടെ ഇതുണ്ട്. ഇപ്പോഴും ഒരു ചെറിയൊരു മൂടൽക്കെട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 4 മണിയായി. അപ്പോൾ ഉള്ള ഗ്യാപ്പിൽ മീൻസ് മഴ തന്നെയാണെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഇപ്പോൾ മഴ ഒന്ന് മാറിക്കണ സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സമയം നോക്കി തന്നെ ക്ലീനിങ്ങിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വണ്ടിയുടെ എയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. കാണാൻ വഴിയില്ല, മീൻസ് നോർമലാവാനേ വഴിയുള്ളൂ. അപ്പോൾ എന്നാലും നമുക്കൊന്ന് ഇവിടെ തൊട്ടടുത്ത ഒരു വീൽ അലൈൻമെൻറ്റ് ഷോപ്പ് ഉണ്ട്, അവിടെ ചെന്ന് ഒന്ന് എയർ പ്രഷർ ചെക്ക് ചെയ്യാം. അതിൻ്റെ കാര്യം പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എയർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എയർ ചെക്ക് ചെയ്യുന്നത്. ശ്രീചക്ര എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി വണ്ടി വാഷിങ്ങിനുള്ള കാര്യത്തിനായിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വണ്ടിയുടെ 4 ടയറും എയർ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ചില ടയറുകളിൽ 2 പോയിൻറ്റും 1 പോയിൻറ്റൊക്കെ ആയിട്ട് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്ലീനിങ്ങിലേക്ക് അടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലെ മാറ്റുകളെല്ലാം പുറത്തേക്ക് ഇടുകയാണ്. ഇനി വാക്യൂം ക്ലീനർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഇത് മൈക്രോ ഫൈബർ തുണിയാണ് തുടയ്ക്കാനായിട്ട്. ഇത് സ്പോഞ്ചിൻ്റെ ഒരു ബാറാണ് നമുക്ക് വെള്ളമൊഴിച്ച് ഉരച്ചു കൊടുക്കാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ വാക്യൂം ക്ലീനർ. ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യണ പോർട്ടിൽ തന്നെ നമുക്ക് കുത്തി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ലോങ് പോകാൻ പോലും ഇതും കൊണ്ട് പോകാം. എവിടെയെങ്കിലും സ്റ്റേ ഉണ്ടെങ്കിലും അവിടെ ക്ലീൻ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്, വാഷിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യണതിൻ്റെയും വാഷ് ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കിലും നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ അതെ ഗ്ലാസ്സൊക്കെ കണ്ടാലറിയാം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ അകത്ത് സീറ്റ് കവറൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഡെറ്റോൾ വെച്ച്. പിന്നെ ഇത് താഴെ ഇത് പൊടിയെല്ലാം വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് 2 സൈഡും, ഉള്ളിലെല്ലായിടത്തും. പിന്നെ മെയിനായിട്ട് ഇവിടെ നല്ലപോലെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്ക് സൈഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ റൈറ്റ് സൈഡ് നല്ല പൊടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇപ്പോൾ പൊടിയെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ സീറ്റ് കവറിൽ ഒരു കറ ഉണ്ടായിരുന്നു. അത് ഈ ഡ്രസ്സിൽ നിന്ന് പിടിക്കുന്ന കറയാണ്. ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സിൽ നിന്ന് ഇടയ്ക്ക് കറ പിടിക്കാറുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വൈപ്പർ താഴ്ത്തി വെക്കാം. അതിന് ശേഷം നേരെ ഡിക്കിക്കകത്തും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു, ഈ ലഗേജ് കെട്ടുന്നതിൻ്റെ പൊടി. പക്ഷേ സീറ്റ് ബാക്ക് സൈഡിലുള്ള സീറ്റ് കവർ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, അത് ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഇനി നമുക്ക് ബോണറ്റ് തുറന്ന് അതിനകത്ത് വൈപ്പറിൻ്റെ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നേരെ നമ്മൾ ബോണറ്റ് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വൈപ്പറിൽ തീരെ വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമ്മളൊരു കപ്പിൽ പോയി വെള്ളം എടുത്തിട്ട് അത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആഴ്ചയിലൊരിക്കൽ വണ്ടി ക്ലീനിങ്ങും വാഷിങ്ങും ചെയ്യണതിൻ്റെ ഒപ്പം നമ്മളിത് ചെക്ക് ചെയ്യാറുണ്ട്.
ഇതിനകത്ത് വൈപ്പർ ടാങ്കിൽ വെള്ളം ഉണ്ടോ ഇല്ലയെന്ന്, പിന്നെ ഇത് കൂളൻ്റ് ലെവലുണ്ടോ, അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ദിവസം എല്ലാം ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത മാറ്റുകളുണ്ട്. ഈ മാറ്റ് എന്ന് പറയുന്നത് കമ്പനി തന്നിരിക്കുന്ന മാറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ ഇതിൻ്റെ പുറത്താണ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തുനിന്ന് മേടിച്ച മാറ്റ് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് വെക്കുന്നു. നല്ല ഇതായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ മാറ്റും കൂടെ വെക്കുകയാണ്. ഇതിനകത്ത് ഓരോ മാറ്റിലും സ്പ്രേയും കൂടെ അടിച്ചിട്ടാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് കയറ്റി വെക്കണം, ഒരു സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ടാണ് കയറ്റി വെക്കുന്നത്. ഇത് എന്താണ് ക്ലീൻ ചെയ്യുന്ന ഇതും വാക്യൂം ക്ലീനർ വെച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. ഇത് ആദ്യം ക്ലീൻ ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഫ്ലോർ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് വെയിലുള്ളപ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് സാധാരണ വയ്ക്കാറുള്ളത്. ഇന്നിപ്പോൾ വെയിൽ ഉണ്ടായില്ല, അതുമാത്രമല്ല മഴയും ചെറുതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അധികം വെച്ചില്ല, ഉള്ള സമയത്ത് ക്ലീൻ ചെയ്ത് നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിൻ്റെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ ഓരോന്നായിട്ട് കാറിൻ്റെ അകത്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിച്ച വാക്യൂം ക്ലീനർ, യുറേഗ പർപ്പസിൻ്റെയാണ്. ഇതാണ് മറ്റേ 12 വോൾട്ട് സോക്കറ്റിൽ ഇട്ട് ചാർജ് ചെയ്യണ പിന്ന്. ഇത് നമുക്ക് ഈ വാക്യൂം ക്ലീനർ നമുക്ക് കാറിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് കാറിനകത്ത് ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. 3-in-1 പ്രോസസ്സാണ്. അതായത് വീട്ടിലേക്കും ഉടുപ്പിനും കാറിലും അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ബാക്കി നമ്മൾ ഇത് തുണി നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിച്ച ക്ലോത്താണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കണ പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റ്. അത് കഴുകിയിട്ട് ഉണക്കാനായിട്ടൊക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊതിയണം. മീൻസ് നമ്മൾക്ക് മഴ ഇതൊന്നും കയറാതെ മൂടിയിടണം. അതിന് വേണ്ടി പടുത ഇടുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് പടുത ഇടുന്നത്. ഇത് ഒറ്റയ്ക്ക് ഇടാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്താണ് വെക്കുന്നത്. അതായത് നമ്മുടെ ലോറിക്കാർ ചെയ്യണ പോലെ നന്നായിട്ട് മടക്കി വൃത്തിയാക്കിയിടും. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇടാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഈ പടുത ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ലപോലെ ക്ലിയറാക്കി ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നല്ലപോലെ ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് വണ്ടി ക്ലിയറാക്കി പടുത ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ എന്തുകൊണ്ടാണ് കറകളോ പൊടികളോ ഒന്നും പറ്റത്തില്ല. ഇനി നാളെ രാവിലെ വണ്ടി നേരെ വന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. എന്ന് നിങ്ങളുടെ സ്വന്തം MC ക്യാബ്.